പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LDC LGSൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 1-ാം തീയതി വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ PSCയുടെ നിയമനത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ ജില്ലാതല നിയമനമായിട്ടുള്ള LD ക്ലർക്ക്, അതേപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്നീ തസ്തികകളുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്ക് അടുത്ത 3 വർഷത്തിലും ഓരോ വകുപ്പിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളുടെ എണ്ണം കണക്കാക്കി PSCയെ അറിയിക്കുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ നോട്ടിഫിക്കേഷനകത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. PSC മുഖേന പരമാവധി നിയമനം നടത്തുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിനായിട്ട് PSC മുഖേനയുള്ള നിയമനം നടത്തേണ്ട ഒഴിവുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ എല്ലാ വകുപ്പ് മേധാവികൾക്കും നിയമനാധികാരികൾക്കും വിവിധ ഉത്തരവുകളിലൂടെയും സർക്കുലറുകളിലൂടെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വിവിധ വകുപ്പുകളിലെ LD ക്ലർക്ക്, അതേപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായിട്ടുണ്ടായിരുന്ന റാങ്ക് പട്ടികയുടെ കാലാവധി യഥാക്രമം 4/8/2021, 4/8/2022, അതുപോലെ തന്നെ 3/8/2019 എന്നീ തീയതികളിൽ അവസാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രസ്തുത സർക്കുലറുകളിലേക്ക് നിയമനം നടത്തുന്നതിനായിട്ടുള്ള പുതിയ റാങ്ക് പട്ടികകൾ തയ്യാറാക്കുന്നതിനായിട്ട് പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും നടത്തുകയും റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ട ഘട്ടത്തിൽ എത്തി നിൽക്കുകയുമാണെന്ന് കേരള PSC സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ പ്രസ്തുത തസ്തികകളുടെ മുൻ റാങ്ക് പട്ടികകളുടെ കാലാവധിക്ക് ശേഷം നാളിതുവരെയുള്ള NJD ഉൾപ്പെടെയുള്ള ഒഴിവുകളും അടുത്ത 3 വർഷങ്ങളിൽ വിവിധ വകുപ്പുകളിൽ വിവിധ ജില്ലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ കണക്കാക്കി കൃത്യമായി അറിയിക്കുവാൻ കഴിഞ്ഞാൽ റാങ്ക് പട്ടിക ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും അതിനനുസരിച്ച് തന്നെ PSCക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് PSC സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് ക്ലർക്ക്, ദാറ്റ് മീൻസ് LD ക്ലർക്ക്, അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്നീ തസ്തികകളിലെ അടുത്ത 3 വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളുടെ എണ്ണം PSC അറിയിക്കുവാൻ വേണ്ട നിർദ്ദേശം വകുപ്പ് മേധാവികൾക്ക് നൽകണമെന്ന് PSC സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല ഇതിനകത്ത് പറയുന്നത്, NJD ഉൾപ്പെടെയുള്ള എല്ലാ ഒഴിവുകളും അടുത്ത 3 വർഷത്തേക്കുള്ള ഒഴിവുകൾ വളരെ കൃത്യമായിട്ട് കേരള PSCക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു LD ക്ലർക്കിൻ്റെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 53 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും റാങ്ക് ലിസ്റ്റുകളൊക്കെ പ്രിപ്പയർ ആയി കാണും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷയും. കാരണം നിലവിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിനിപ്പോൾ ബാക്കി റാങ്ക് ലിസ്റ്റ് ഏത് നൂറ്റാണ്ടിൽ വരുമെന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പുതിയ നോട്ടിഫിക്കേഷൻസ് അറിയുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് പുതിയ വീഡിയോസ് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ അടുത്ത 10th പ്രിലിംസിലേക്കുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണാൻ